2018 ഫെബ്രുവരി 21 കമൽഹാസൻ മക്കൾ നീതി മയ്യം പാർട്ടി പ്രഖ്യാപിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ പാർട്ടി 3% വോട്ടുകൾ നേടി. ചെന്നൈ, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിൽ മക്കൾ നീതി മയ്യം 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയിരുന്നു. 2021 തമിഴ്നാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ കോയമ്പത്തൂരിൽ മത്സരിച്ചെങ്കിലും ബി.ജെ.പി. സ്ഥാനാർത്ഥിയോട് 1728 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ ജൂലൈയിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് കമൽഹാസന് നൽകാൻ DMK തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കായി മുഖ്യമന്ത്രി M.K. സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി ശേഖർ ബാബു കമൽഹാസനുമായി കൂടിക്കാഴ്ച നടത്തി. മക്കൾ നീതി മയ്യം ജനറൽ സെക്രട്ടറി A. അരുണാചലവും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. രാജ്യസഭാ സീറ്റിൽ കമൽഹാസൻ മത്സരിച്ചാൽ മാത്രമേ സീറ്റ് നൽകാനാകൂവെന്ന് DMK അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 6 ഒഴിവുകളിൽ 4 അംഗങ്ങളെ വരെ DMKയ്ക്ക് രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാനാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ധാരണയനുസരിച്ച് മക്കൾ നീതി മയ്യം മത്സരരംഗത്തുണ്ടായിരുന്നില്ല. ബി.ജെ.പി. അധ്യക്ഷൻ K. അണ്ണാമലൈ മത്സരിച്ച കോയമ്പത്തൂരിൽ മത്സരിക്കാൻ കമൽഹാസൻ തീരുമാനിച്ചെങ്കിലും DMK അഭ്യർത്ഥന മാനിച്ച് പിന്മാറിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DMK സഖ്യത്തിലെത്തിയ കമൽഹാസന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യുമെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും ഇടതുപാർട്ടികളും ചേർന്ന് ഇന്ത്യ സഖ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 39 സീറ്റുകളിലും DMK സഖ്യം അന്ന് വിജയിച്ചിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.